എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് സമ്മറിലെല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ ചെറിയൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, പഴം, ഗ്രേപ്സ്, മാതളങ്ങ, അതുപോലെ തോലെല്ലാം കളഞ്ഞ് വെച്ചത്, കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് മാമ്പഴം, നന്നായി തിളപ്പിച്ച് ആറിയ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാമ്പഴത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളറും നല്ല ടേസ്റ്റുമാണ് ഉണ്ടാവുക. നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് മാങ്ങ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് പാല് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്കും നിങ്ങൾക്ക് ചേർക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല, നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലിട്ട് മാറ്റാം. ഇത് നല്ല തിക്കുണ്ട്, അപ്പോൾ നമുക്കതിനെ ഒന്ന് പാലൊഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒന്ന് ലൂസായിട്ട് ആവാനാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടോ ആ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതന്നെ വേണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എല്ലാം നോക്കാം. മധുരം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പഞ്ചസാരയും ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ എളുപ്പത്തിൽ തയ്യാറായി. ഇത് ഒരു 5 മിനിറ്റ് പോലും ആവശ്യമില്ല, അത്രയും സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്